അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നായി തീരണം. ഒരു പുരോഹിതൻ അവൻ്റേതല്ല, പുരോഹിതൻ ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെതുമാണ്. ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്നത് പൗരോഹിത്യവും സന്യാസവുമാണ്. വൈദികരെ സൽപ്പേര് കളയാൻ, വൈദികരെയും മെത്രന്മാരെയും തമ്മിൽ തെറ്റിക്കാൻ, അച്ഛന്മാരെ മാർപ്പാപ്പയ്ക്കെതിരെ തിരിക്കാൻ, അല്ലെങ്കിൽ ജനത്തിനെതിരെ തിരിക്കാൻ. അച്ഛന്മാരും കന്യാസ്ത്രീകൾ ഇല്ലാതായി കഴിഞ്ഞാൽ സഭയെ നശിപ്പിക്കാമെന്ന് സഭാശാസ്ത്രങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഈ അച്ഛന്മാർ എന്നെയൊക്കെ വാഴ്ത്തിയിരിക്കുകയാണ്. വാഴ്ത്തുന്നത് എന്തിനാ? മുറിക്കാനാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ തിരുനാൾ ഉയർപ്പ് തിരുനാളാണ്. അതിനൊരുക്കമായി ഏറ്റവും അർത്ഥപൂർണമായ ദിനത്തിലാണ് പെസഹ വ്യാഴാഴ്ചയായ നാം ഇന്ന് ആയിരിക്കുന്നത്. യേശു എന്തിനായി ഈ ഭൂമിയിൽ അവതീർണനായോ ആ ലക്ഷ്യം സാധ്യമാക്കാൻ ഈശോ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യോഹന്നാൻ 1:29 പറയുന്ന പോലെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മോചിക്കാനുള്ള മോചനദ്രവ്യമായി മത്തായി 20:28 പറയുന്നത് പോലെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കണ്ടുപിടിച്ച മാർഗം മത്തായി സുവിശേഷം 16, 17, 20 യേശു 3 പ്രാവശ്യം മുൻകൂട്ടി പ്രവചിച്ച് പറഞ്ഞതുപോലെ തനിക്ക് ജെറൂസലമിലേക്ക് പോകണം. അവിടെ വെച്ച് പീഡകൾ സഹിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കേണ്ടി വരും. തൻ്റെ ഈ രക്ഷാകര കർമ്മം മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ യോഹന്നാൻ 3:14 വായിക്കുന്ന പോലെ തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച് ദൈവം കണ്ടുപിടിച്ച മാർഗം, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കണ്ടുപിടിച്ച മാർഗം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരിക്കുക, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുക എന്നതാണ്. ഈ രക്ഷാകര കർമ്മം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലമിൽ അരങ്ങേറിയത് മനുഷ്യവർഗത്തിന് മുഴുവൻ ലോകാവസാനം വരെ നിലനിർത്തേണ്ടതിന്, യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന്, ഓരോ മനുഷ്യനും അത് സമീപസ്ഥമായി അവൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് യേശു കണ്ടുപിടിച്ച മാർഗമാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഏതാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വാക്യമാണ്. ഏതാണ് യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം? ഏതാണ് യേശു ഏറ്റവും അധികം ഒരുങ്ങിയ കാര്യം? അത് ലൂക്ക 22:12 പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒരുങ്ങിയത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായി യേശു പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഏറ്റവും അധികം ആഗ്രഹിച്ചു. കാരണം താൻ എന്തിനായി വന്നുവോ ആ ദൗത്യം ലോകാവസാനം വരെ തുടരാൻ ആഗ്രഹിച്ച യേശു ചെയ്ത കാര്യമാണ് പെസഹ വ്യാഴാഴ്ച നടന്നത്. അതിനുവേണ്ടി യേശു ഏറ്റവും അധികം ഒരുങ്ങി ശിഷ്യരെ പറഞ്ഞയച്ചു. എൻ്റെ ഗുരുവിനെ പെസഹ ആചരിക്കേണ്ട സ്ഥലമേതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്ന സെഹിയോൻ ഊട്ടുശാലയാണ്, ദി അപ്പർ റൂം, അവിടെയാണ് കണ്ടുപിടിച്ചത്. ആ സ്ഥലത്ത് വിളിച്ചത് ലൂക്കായുടെ സുവിശേഷം 22:12 പറയുന്നത് അലങ്കരിച്ച വലിയ മാളിക എന്നതാണ്. അതുകൊണ്ടാണ് പെസഹ വ്യാഴാഴ്ച ദേവാലയം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സ്ഥലം മനോഹരമായി നാം ഒരുക്കുന്നത്, അലങ്കരിക്കുന്നത്. അലങ്കരിച്ച വലിയ മാളിക ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണ് ഇന്ന് ആ സ്ഥലം. അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. 2011 അവിടെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് എനിക്ക് വലിയ അനുഗ്രഹമുണ്ടായി.
ആ സെഹിയോൻ ശാല മനോഹരമായി അലങ്കരിച്ച് അവിടെയാണ് ഏറ്റവും ഒരുങ്ങി യേശു പെസഹ ഒരുക്കിയത്, ഭക്ഷിച്ചത്. ആ സെഹിയോൻ ശാലയിൽ നടന്ന 5 കാര്യങ്ങളാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഒന്ന്, യേശു പഴയ നിയമത്തിൻ്റെ പെസഹ ഇസ്രായേൽ ജനതയെ ചെയ്തിരുന്ന അതേ കാര്യം അവിടെ ആവർത്തിച്ചു. രണ്ടാമതായി, യേശു തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കുമായി പുതിയ കൽപ്പന, പുതിയ നിയമം അവിടെ വെച്ച് നൽകി. മൂന്നാമതായി, യേശു അവിടെ വെച്ചാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. മൂന്നാമതായിട്ട് പാദങ്ങൾ കഴുകി. നാലാമതായിട്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അഞ്ചാമതായിട്ട് പൗരോഹിത്യം സ്ഥാപിച്ചു. ആ സെഹിയോൻ ശാലയിൽ പിന്നീട് 3 കാര്യങ്ങൾ കൂടി നടക്കുകയുണ്ടായി. അപ്പസ്തോല പ്രവർത്തനം 1:14 വായിക്കുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലമതാ. പിന്നീട് അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം നടന്നത് അവിടെയാണ് സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും നടന്നത്. ഇതിൽ നാം ആദ്യം ആചരിക്കുന്നത് പെസഹ വ്യാഴാഴ്ച 1-ാമത്തേത് പഴയ നിയമത്തിൻ്റെ പെസഹ. അത് വളരെ പ്രതീകാത്മകമാണ്. ആ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് 430 വർഷത്തോളം ഉണ്ടായ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാൻ ദൈവം ഒരു രക്ഷകനെ, മോശയെ തിരഞ്ഞെടുത്തു. ആ മോശയെ തിരഞ്ഞെടുത്ത് അവർ ഒരുക്കിയിട്ട് ഫറവോയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പലവിധ മാർഗങ്ങൾ അവിടെ ഉണ്ടായി. 10 മഹാമാരികൾ അയച്ചു. സംഹാരദൂതൻ കടന്നുപോയി. ഇസ്രായേൽ ജനത രക്ഷിക്കാനായി സംഹാരദൂതൻ കടന്നു പോകുന്ന അവസരത്തിൽ കറയില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം നിങ്ങളുടെ കട്ടിളപ്പടിയിൽ തളിയിച്ചാൽ ആ സംഹാരദൂതൻ കടന്നു പോകുന്ന അവസരത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ആ കുടുംബങ്ങളിലെ കടിഞ്ഞൽ പുത്രന്മാരെല്ലാം മരിച്ചു പോകുമെന്നുള്ള ആ ദൈവത്തിൻ്റെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗത്തിൽ കറയില്ലാത്ത കുഞ്ഞാടിനെ കൊന്നതിൻ്റെ ഓർമ്മയിൽ നാം ഇന്ന് പെസഹ ആചരിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ഇന്ന് 1-ാമത്തെ വായിൽ 12-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചപ്പോൾ അവർ സംഹാരദൂതൻ അവരെ സംഹരിക്കാതെ കടന്നുപോയതിൻ്റെ ഓർമ്മയിൽ പിന്നീട് അവർ ചെങ്കടലിലൂടെ, അവർ മരുഭൂമിയിലൂടെ കടന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എത്തിയതിൻ്റെ ഓർമ്മയാണ് അവർ ആചരിച്ചത്. അതിന് ഈ പെസഹ ആചരണത്തിന് ഏതാനും ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു കുട്ടിയുടെ ചോദ്യത്തിന്, പുറപ്പാട് പുസ്തകം 12:26 വായിക്കുന്ന പോലെ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് അവിടുത്തെ കാരണവർ രക്ഷാകര ചരിത്രം വിവരിക്കണം. അതാണ് ഇന്നത്തെ വായനയിൽ നാം കേട്ടത്. രണ്ടാമതായിട്ട് കറയില്ലാത്ത കുഞ്ഞാടിനെ കൊല്ലണം. ആ പെസഹ ആഴ്ചയിൽ പലപ്പോഴും ഇതിൽ കുടുംബത്തിലാണ് ആചരിക്കുന്നതെങ്കിലും പെസഹയുടെ അവസരത്തിൽ അത് ജെറൂസലം ദേവാലയത്തിൽ ആചരിക്കാൻ വേണ്ടി അവർ വരുമായിരുന്നു. അവിടെ ഏകദേശം 2 ലക്ഷത്തോളം കറയില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് ബലിയർപ്പിച്ചിരുന്നതായി പറയുന്നു. അതുകൊണ്ട് പെസഹ വെള്ളിയാഴ്ചയുടെ അവസരത്തിൽ ഒരു ആടിനെ കൊല്ലുമ്പോൾ ഏകദേശം 10 പേരുണ്ടെങ്കിൽ 20 ലക്ഷത്തോളം പേര് അവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. അത്രമാത്രം വലിയ ജനക്കൂട്ടമാണ് ഈ ദിവസങ്ങളിൽ ജെറൂസലമിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ് സെഹിയോൻ ശാലയിൽ ഈ പെസഹ കുഞ്ഞാടിനെ കൊന്ന് തൻ്റെ പിറ്റേ ദിവസം കാൽവരിയിൽ നടക്കുന്ന കറയില്ലാത്ത കുഞ്ഞാടിൻ്റെ യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ രക്ഷ അത് ലോകാവസാനം വരെ അർപ്പിക്കാൻ വേണ്ടി യേശു കണ്ടുപിടിച്ച മാർഗം. അതിന് ഒരുക്കമായിട്ട് ഈ പെസഹ ആചരണത്തിൽ വരുമ്പോൾ തന്നെ അവർ പലപ്പോഴും കുടുംബനാഥൻ തന്നെ വരുന്ന അതിഥികളുടെ കാലുകൾ കഴുകാറുണ്ട്. അത് 3 ലക്ഷ്യത്തോടു കൂടിയാണ്. ഒന്ന്, വ്യക്തിയുടെ കാലുകൾ കഴുകുക. 2, എളിമയുടെ പ്രവൃത്തിയാണ്. 3, അത്
ശുദ്ധീകരണത്തിൻ്റെ, പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. ഈ കറയില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് കാലുകൾ കഴുകി ശുദ്ധീകരിച്ച് അവർ പുളിപ്പില്ലാത്ത അപ്പമാണ് അവർ ഭക്ഷിച്ചിരുന്നത്. അവരത് പറയുന്നു, വളരെ തിടുക്കത്തിൽ, നിങ്ങൾ യാത്രയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ തിടുക്കം കാണിക്കണം, ചെരുപ്പണിഞ്ഞ് വടി പിടിച്ച് തിടുക്കത്തിൽ നിങ്ങൾ ഭക്ഷിക്കണം എന്നൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്ന് പ്രത്യേകമായ വിധത്തിൽ പഴയ നിയമത്തിൻ്റെ പെസഹയിൽ അവരോട് പറയുന്നുണ്ട്. ഒപ്പം ചിലപ്പോഴൊക്കെ കയ്പുള്ള ഇലയും അവർ കഴിക്കാറുണ്ട്. ഇവിടെ ഈ ആചരണത്തിലെ പ്രത്യേകിച്ചും 135, 136 സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്തുതിപ്പാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ സങ്കീർത്തനം ആലപിച്ചപ്പോൾ ആ 135, 136 സങ്കീർത്തനങ്ങൾ ഇന്ന് നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചൊല്ലുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ട് നാം ചൊല്ലുന്നത്, ഇപ്പോൾ തന്നെ ഇന്ന് നമ്മൾ ചൊല്ലിയത്, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഈ കാരുണ്യമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാരുണ്യത്തെ ദിവ്യകാരുണ്യമായി നമ്മൾ ഉടനെ തന്നെ ഇവിടെ അനുസ്മരിക്കാൻ പോകുന്നത്. യേശു പഴയ പെസഹ മാറ്റി ഇതാ പുതിയ പെസഹ രൂപം കൊടുക്കുകയാണ്. ആ പുതിയ പെസഹ മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, ആ പുതിയ പെസഹ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് യേശു ഈ പെസഹ ആചരണത്തിന് വേണ്ടി ഏറ്റവും അധികം ആഗ്രഹിച്ചത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവം സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവല്ലഭനാണ്. എന്നാൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനേക്കാൾ വലിയൊരു സമ്മാനം യേശുവിന് നൽകാൻ അറിയില്ല, കഴിവില്ല, സാധിക്കില്ല. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ പുതിയ പെസഹ പരിശുദ്ധ കുർബാന. അതിനൊരുക്കമായി യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട്. ശുദ്ധീകൃതരായി വേണം നാം ഈ പെസഹ ഭക്ഷിക്കാൻ. ഇസ്രായേലിൻ്റെ പാരമ്പര്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ ശുദ്ധീകരണം നമ്മുടെ മാമോദീസയുടെ അവസരത്തിൽ നാം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ചവരെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ, ശുദ്ധീകൃതരായവരെ പാടുള്ളൂ. ഈ പെസഹ കാലത്ത് കുമ്പസാരിച്ചതിന് ശേഷമേ നാം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ വിവരണം ഈ കാലുകൾ കഴുകൽ ശുശ്രൂഷയാണെങ്കിൽ, മത്തായി, മാർക്കോസ്, ലൂക്കാ സുവിശേഷങ്ങളിൽ ആ സ്ഥലത്ത് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ച വിവരണമാണ് നാം കാണുന്നത്. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ പെസഹ ആചരണ വേളയിൽ എഴുന്നേൽക്കുകയാണ്. മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ഇതാ എഴുന്നേറ്റ് രണ്ടാമത് ചെയ്തത് തയ്യാറെടുപ്പിന് ശേഷം മേലങ്കി മാറ്റുകയാണ്. ഇത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കാതെ തന്നെ ശൂന്യനാക്കിയതിൻ്റെ ഒരു പ്രതീകമാണ് മേലങ്കി മാറ്റി മനുഷ്യനായി അവതീർണനായി തുവാലയെടുത്ത് മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ഇതാ അരയിൽ ചുറ്റി തൻ്റെ വിനീതം, തൻ്റെ പീഡാസഹനത്തിനായി തന്നെ ഇതാ ബന്ധിച്ച് ശുദ്ധതയോടെ തന്നെ ബന്ധിച്ചതിന് ശേഷം താലത്തിൽ വെള്ളമെടുത്ത് ഇതാ പാദങ്ങൾ കഴുകുകയാണ്. മനുഷ്യനെ രക്ഷിക്കാനായി രക്തം ചിന്തി തൻ്റെ ശരീരത്തെ വിഭജിച്ചു കൊടുത്ത് ഇതാ മനുഷ്യവർഗത്തെ ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് തുടച്ച് പാദങ്ങൾ തുടയ്ക്കുകയാണ്. അവന് പുതിയൊരു ജീവൻ. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ പ്രതീകങ്ങൾ കൂടിയാണ് ഈ കാലുകൾ കഴുകൽ ശുശ്രൂഷയിലൂടെ അവിടെ കാണുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാഥനും ഗുരുവുമാണ്. ഞാൻ എന്താണ് ചെയ്തത് നിങ്ങൾക്കറിയാമോ? ഞാൻ ചെയ്തതുപോലെ ഈ ശുശ്രൂഷ, അത് മനുഷ്യവർഗത്തെ സേവിക്കുന്ന ശുശ്രൂഷയുണ്ട്. ഒപ്പം തന്നെ പിറ്റേ ദിവസം കാൽവരിയിൽ അർപ്പിച്ച ഈ പരിഹാര ബലിയുടെ ശുശ്രൂഷയുണ്ട്. അത് ലോകാവസാനം വരെ യേശു തുടരാൻ വേണ്ടി നൽകിയ പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷയുണ്ട്. അത് നിങ്ങൾ ചെയ്യാനായി 12 ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു. മൂന്നാമതായി പെസഹ ദിനത്തിൽ നൽകിയത് യേശു ഇതിനു ശേഷം പുതിയ കൽപ്പന. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം തുടങ്ങി
പിന്നെ ഈ പുതിയ കൽപ്പനയെക്കുറിച്ച്, പുതിയ നിയമത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. നേരത്തെ വികാരിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസത്തിന് ഇംഗ്ലീഷിൽ പറയുക മോണ്ടി തേഴ്സ്ഡേ, ലത്തീനിൽ മന്ദാത്തും, മാൻഡേറ്റ്, കൽപ്പന നൽകിയത്. യേശു പറഞ്ഞു 13-ാമത്തെ അധ്യായത്തിൽ 34-35 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകും. പഴയ നിയമത്തിൻ്റെ കൽപ്പന ഇപ്രകാരമായിരുന്നു: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ലോ ഓഫ് റിട്ടാലിയേഷൻ. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം. തൻ്റെ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ യേശു ഈ സ്നേഹത്തിന് പുതിയ രൂപഭാവങ്ങൾ നൽകി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതുകൊണ്ടാണ് ഇതാണ് എൻ്റെ കൽപ്പന, സ്നേഹത്തിൻ്റെ കൽപ്പന. യേശു തൻ്റെ ചാവരുൾ മരിക്കുന്നതിന് മുമ്പ്, നമുക്ക് പഴയ കാലത്തൊക്കെ മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാവരുൾ മരിക്കാൻ പോണ നേരത്ത് പറയുന്നത്, മക്കളാരും അത് ഉപേക്ഷിക്കില്ല, അത് എന്ത് വന്നാലും എങ്ങനെയെങ്കിലും അത് ചെയ്യും. യേശു തൻ്റെ ചാവരുൾ മരണപത്രം, അതാണ് ഈ പുതിയ കൽപ്പന. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ന്യൂ ടെസ്റ്റമെൻറ്റ്, മരണപത്രം എന്നാണ് യേശു പറയുന്നത്. മരണപത്രം, ടെസ്റ്റമെൻറ്റ്, ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് നിങ്ങൾ ചെയ്താലേ എൻ്റെ ശിഷ്യരായി തീരുകയുള്ളൂ. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ആ പുതിയ നിയമത്തെ, പുതിയ മരണപത്രത്തെ, ചാവരുളിനെ യേശു പറയുകയാണ്, ഇത് പുതിയ ഉടമ്പടിയാണ്. യേശു ചെയ്യുന്നത് പഴയ നിയമത്തിലെ, പ്രത്യേകിച്ച് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുമായൊരു പുതിയ ഉടമ്പടി ഉണ്ടാക്കും, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ക്രിസ്ത്യാനികളാകണമെങ്കിൽ ഈ പുതിയ ഉടമ്പടി നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് കുർബാന അർപ്പിക്കുമ്പോൾ ഇത് രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്ന് കൃത്യമായി തന്നെ പറയുന്നത്. അത് നിത്യജീവൻ നൽകുന്ന പുതിയ ഉടമ്പടിയാണ്. പഴയ ഉടമ്പടി, പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പഴയ ഉടമ്പടി കടന്നുപോയി. ഇതാ യേശു പുതിയ ഉടമ്പടി, അത് പുതിയ നിയമമായി നൽകുകയാണ്. ഈ പുതിയ നിയമം, സ്നേഹത്തിൻ്റെ നിയമം, അത് ജീവൻ നൽകി മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന നിയമമാണ്. അടുത്തതായി പെസഹ വ്യാഴാഴ്ച കാണുന്നത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിറ്റേ ദിവസം കാൽവരിയിൽ അർപ്പിച്ച ബലി, മനുഷ്യരെ രക്ഷിക്കാൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി അർപ്പിക്കുന്ന ബലി, കറയില്ലാത്ത കുഞ്ഞാടിൻ്റെ ബലി, ആ ബലി അർപ്പിച്ച് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത ആ ബലി ഇന്നത്തെ മനുഷ്യന്, ലോകാവസാനം വരെയുള്ള മനുഷ്യന്, അത് അവൻ്റെ രക്ഷയുടെ നിദാനമായി തീരുന്നതിന് വേണ്ടി യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് സ്ഥാപിച്ചത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് വത്തിക്കാൻ സൂനദോസ് പറയുന്നത്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചിയും പരിശുദ്ധ കുർബാനയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചത്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. വളരെ സംശയമില്ലാത്ത രീതിയിൽ കൃത്യമായി തന്നെ യേശു പഠിപ്പിച്ചു. 6-ാമത്തെ അധ്യായത്തിൽ 60-ാമത്തെ വാക്യമായപ്പോഴേക്കും പലരും പറഞ്ഞു, ഈ വാക്കുകൾ ദുർഗ്രഹമാണ്, ഇത് ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഇവിടെ ഇരിക്കുന്നവർ, ഈ ദേവാലയത്തിൽ ഇരിക്കുന്നവരിൽ ചിലരെങ്കിലും ഈ ഉറുമ്പരിക്കുന്ന അപ്പത്തിൽ, ഈ ചൊറുക്കിയാകുന്ന വീഞ്ഞിൽ ഇതെൻ്റെ ശരീരമാകുന്ന പുരോഹിതൻ പറയുമ്പോൾ, ഇതെൻ്റെ രക്തമാണെന്ന് പുരോഹിതൻ പറയുമ്പോൾ, യേശു പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ, ഇതിന് കർത്താവ് സത്യമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നവർ നമ്മുടെ ഇടയിലില്ലേ? വൈദികരുടെ ഇടയിലുണ്ടായിട്ടില്ലേ? സമർപ്പിതരുടെ ഇടയിലുണ്ടായിട്ടില്ലേ? പലരിലുണ്ടായിട്ട് ഇത് കർത്താവ് സത്യമായിട്ട് ഇതിലുണ്ടോ? യേശുവിൻ്റെ പഠനത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പഠിപ്പിച്ച കാര്യം ഏതാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും, നല്ലതാണ്. പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവളെ കല്ലെറിയാൻ വന്ന ജനത്തിൻ്റെ മുമ്പിൽ, പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവളെ പാപമോചനം നൽകി വെറുതെ വിട്ട യേശു
പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. 66 വാക്യം 6 അധ്യായം. പലരും വിട്ടുപോയി. യേശുവിൻ്റെ ഈ പഠനം മനസ്സിലാക്കാതെ പലരും വിട്ടുപോയി. ഇന്നത്തെ നേതാക്കന്മാരെന്താ പറയുക? ഓ, അണികളോട് അല്ലല്ലോ, ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, പ്രതീകാത്മകമായി പറഞ്ഞു, നിങ്ങൾ പോലെ കൂടെ നിൽക്കും. യേശു പറഞ്ഞതെന്താ? നീ പോണെങ്കിൽ പൊയ്ക്കോ, ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യരായിരിക്കേണ്ട. ശിഷ്യരോട് പറഞ്ഞു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു, പൊയ്ക്കോ. അപ്പോഴാണ് 68 വാക്യം, ആദ്യത്തെ മാർപ്പാപ്പ സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിന്റെ പക്കൽ ജീവന്റെ വചസ്സുകളുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ സത്യമായും യേശു എഴുന്നള്ളിയിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ഇന്നത്തെ 3-ാമത്തെ വായനയിൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ എങ്ങനെ പരിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിൽ നിന്ന് ശിഷ്യർ വഴി കൈമാറി കിട്ടിയിട്ടുള്ള ഈ വലിയ ദാനമാണ് പരിശുദ്ധ കുർബാന. അവിടെ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം പ്രത്യേകിച്ച് ബാമിയിൽ നിന്നുള്ളത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, പരസ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ച ഭാഗം, വിശ്വസിക്കുന്നവരെയുള്ള ഭാഗം ബാമയിൽ നിന്ന് സീറോ മലബാർ ആരാധനാക്രമം അനുസരിച്ച് നമ്മൾ ഇവിടെ ബാമയിൽ നിന്ന് അർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് യേശുവിൻ്റെ ബലിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് യേശുവിനോട് ചേർന്ന് ദൈവജനവും കാർമ്മികനും പിതാവിന് കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി അൾത്താരയിൽ നോക്കി നമ്മൾ ചെല്ലുന്നത്. ഈ കത്തോലിക്കാ സഭയിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട അനാഫറ, ആ അനാഫറ സീറോ മലബാർ സഭ പൗരസ്ത്യ സുറിയാനി നമ്മൾ ഇന്ന് അർപ്പിക്കുന്ന അദ്ധായിമാരിയുടേതാണ്. അധികം താമസിയാതെ 2-ാമത്തെ അനാഫറ ഉണ്ടായി, തൈദോറിൻ്റെ അനോഫറ. ഇന്ന് പെസഹ വ്യാഴാഴ്ച നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നത് നെസ്തോറിയസിൻ്റെ അനാഫറയാണ്. അത് വർഷത്തിൽ 5 പ്രാവശ്യം ആ അനാഫറ പ്രാർത്ഥന ചെല്ലണമെന്നാണ് സഭ അനുശാസിക്കുന്നത്. ഇന്ന് വളരെ പ്രതീകാത്മക അർത്ഥവത്തായ അനാഫറ പ്രാർത്ഥനയാണ് ഇന്ന് പെസഹ വ്യാഴാഴ്ച നാം കുർബാനയിൽ ചൊല്ലാൻ പോകുന്നത്. ഈ യേശുവിൻ്റെ ഓർമ്മയാചരണമാണ്. ലൂക്ക 22:19 വായിക്കുന്ന പോലെ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, അനംനേസിസ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ ഓർമ്മയാചരണം എന്ന് വിളിക്കുന്നത്. ഇത് നന്ദി പ്രകാശനത്തിൻ്റെ ഇതാണ്. യൂക്രിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. യൂക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്ദി പ്രകാശനം, കൃതജ്ഞതാ സ്തോത്രം ചെല്ലുന്നു. നമ്മളിവിടെ വരുന്നത് നന്ദി പ്രകാശനത്തിനാണ്. നമ്മൾ ശുദ്ധീകൃതരായിട്ട് പാപത്തെക്കുറിച്ച് മാപ്പ് ചോദിച്ചിട്ടാണ് ശുദ്ധീകൃതത്തിൽ വരുന്നത്. ഈ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പണമെന്നാണ്. ഈശോ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കാൽവരിയിൽ തന്നെ പിതാവായി ദൈവത്തിന് അർപ്പിച്ച കുർബാന നമ്മളിവിടെ പിതാവിന് ബലിയായി അർപ്പിക്കുകയാണ്. അതേ സമയത്ത് ഈ സമർപ്പണം കുർബാനയാണ്, ബലിയാണ്, തന്നെ മുറിക്കലാണ്. അങ്ങനെ കഴിയുമ്പോൾ പിതാവായ ദൈവം യേശുവിൻ്റെ ഈ ബലിയെ, യേശു തന്നെ സമർപ്പിച്ച ശരീരരക്തങ്ങളെ, അപ്പവും വീഞ്ഞും യേശു തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റിയത് പിതാവായ ദൈവം സ്വീകരിച്ച് നമുക്ക് യേശുവിനെ തന്നെ വിരുന്നായി തിരിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ആ വിരുന്നായി തിരിച്ചു തരുന്നതിന് മുമ്പ് നമ്മൾ കുർബാനയിൽ ഉയർത്തുന്നുണ്ട്, ഇതാ ദൈവത്തിൻ്റെ പുത്രനാണ് നമുക്ക് ആരാധിക്കാൻ. അപ്പോൾ ഏറ്റവും വലിയ ദിവ്യകാരുണ്യമാണ്, ഏറ്റവും വലിയ ആരാധനയാണ്. അതുകൊണ്ട് തൈലാർഡ് ശ്രാദ്ധാൻ പറയുന്നത്, ലോകത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആരാധന, ചരിത്രത്തിലെ ഏറ്റവും വലിയ ആരാധന അത് പരിശുദ്ധ കുർബാനയാണ്. മനുഷ്യവർഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായ അപ്പവും വീഞ്ഞുമെടുത്ത് മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഫലമായി മനുഷ്യനെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി ആ മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഈ ഫലങ്ങൾ യേശു സ്വീകരിച്ച് തൻ്റെ ശരീരരക്തങ്ങളായി പിതാവിനർപ്പിക്കുന്ന ആ ആരാധനയാണ് ഈ പരിശുദ്ധ കുർബാന. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരികയാണ് വിരുന്നിന്. ലത്തീൻ സഭയിൽ വത്തിക്കാൻ സൂചനത്തിന് ശേഷം അതിന് വിരുന്നിന് പ്രാധാന്യം കൊടുത്തപ്പോൾ കാർമികൻ ജനങ്ങളെ തിരിഞ്ഞ് ചെല്ലാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൗരസ്ത്യ സഭകളിൽ ഈ പിതാവിൻ്റെ പക്കലേക്ക് അയക്കുന്ന ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു, ബലിക്ക് പ്രാധാന്യം കൊടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തിരിയുന്നത്.
ഇത് കഴിയുമ്പോൾ ഇത് യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്ന കൂട്ടായ്മയാകും. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നായി തീരണം. പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം. അത് ശക്തി സംഭരിച്ച് നമ്മെ അയക്കുകയാണ്. യോഹന്നാൻ 20, 21, 22 വായിക്കുന്ന പോലെ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഈ ശക്തി സംഭരിച്ച് ഓരോ കുർബാന കഴിയുമ്പോഴും നമ്മെ അയക്കുകയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ യൂക്രിസ്റ്റ്, അനംനേസിസ്, സുറിയാനിയിൽ കുർബാന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ പലപ്പോഴും പറയുന്നത് ഹോളി മാസ്. ഹോളി മാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദിവ്യപ്രേഷണം, അയക്കൽ. കുരിശ് വരച്ച് മുദ്ര വെച്ച് ശക്തി പ്രാപിച്ച് നമ്മൾ ഇന്ന് അയക്കപ്പെടുകയാണ്. ഈ കുർബാന സ്ഥാപിക്കുന്നതിന് വേണ്ടി, കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. അതുകൊണ്ടാണ് ഇന്ന് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. യേശു അപ്പം എടുത്തതുപോലെ ജനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എടുക്കുകയാണ്, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ എടുത്തത് എന്തിനാ? തന്നോട് കൂടെ ആയിരിക്കണം, അയക്കപ്പെടാൻ വേണ്ടി. അത് കഴിഞ്ഞ് പൗരോഹിത്യത്തിൽ വാഴ്ത്തുകയാണ്. അപ്പം വാഴ്ത്തിയ പോലെ ഈ അച്ഛന്മാർ എന്നെയൊക്കെ വാഴ്ത്തിയിരിക്കുകയാണ്. വാഴ്ത്തുന്നത് എന്തിനാ? മുറിക്കാനാണ്. ജനത്തിന് വേണ്ടി 24 മണിക്കൂറും ജനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് കല്യാണം കഴിക്കാതെ 24 മണിക്കൂറും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ആയിരിക്കുന്നവനാണ് പുരോഹിതൻ. മുറിച്ച് തൻ്റെ ജീവിതം മുഴുവൻ ബലിയായി അർപ്പിച്ച് അവസാനം കൊടുക്കുകയാണ്. അവൻ ദൈവജനത്തിൻ്റെതാണ്. ഒരു പുരോഹിതൻ അവൻ്റേതല്ല. പുരോഹിതൻ ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റേതുമാണ്. അങ്ങനെയുള്ള പുരോഹിതനെ അപ്പമെഴുത്ത് വാഴ്ത്തി മുറിച്ചതുപോലെ ഈ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസത്തിൽ ഇന്ന് പ്രത്യേകിച്ച് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ടാണ് വികാരിച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പെസഹ വ്യാഴാഴ്ചയിലത്തെ പിരിവ് വൈദിക പരിശീലനത്തിനായി നാം നൽകുന്നത്. ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്നത് പൗരോഹിത്യവും സന്യാസവുമാണ്. അച്ഛന്മാരും കന്യാസികളും ഇല്ലാതായി കഴിഞ്ഞാൽ സഭയെ നശിപ്പിക്കാമെന്ന് സഭാശാസ്ത്രങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇന്ന് ഒത്തിരി വെല്ലുവിളികളുണ്ട്. വൈദികരെ സൽപ്പേര് കളയാൻ, വൈദികരെയും മെത്രാന്മാരെയും തമ്മിൽ തെറ്റിക്കാൻ, അച്ഛന്മാരെ മാർപ്പാപ്പയ്ക്കെതിരെ തിരിക്കാൻ, അല്ലെങ്കിൽ ജനത്തിനെതിരെ തിരിക്കാൻ, ഇങ്ങനെയൊക്കെ പൗരോഹിത്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള സഭാശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ശക്തമായി നൽകുമ്പോൾ പുരോഹിതന്മാർ വേണ്ടി അവർ വിശ്വസ്തരായി പുരോഹിതരായി ജീവിക്കാൻ, ദൈവത്തിൻ്റെ പുരോഹിതരായി മാത്രമായി ജീവിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നല്ല പൗരോഹിത്യ ദൈവവിളികളുണ്ടാകാൻ ഇന്ന് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. ഓരോ പുരോഹിതനും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ ആ പുരോഹിതർക്ക് പ്രത്യേകം. അതുകൊണ്ടാണ് പുരോഹിതന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി ഇന്ന് പെസഹ വ്യാഴാഴ്ച പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, മെത്രാന്മാരോട് ചേർന്ന്, സഭയോട് ചേർന്ന്, ദൈവജനത്തോട് ചേർന്ന് പൗരോഹിത്യം കാത്തു സൂക്ഷിക്കപ്പെടാൻ നമ്മളിന്ന് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം. ഇതിനെ തകർക്കാനാണ് സഭാശത്രുക്കൾ ഏറ്റവും അധികം പരിശ്രമിക്കുന്നത് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കുണ്ടാകണം. അവരെ സ്നേഹിക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവർ നമ്മുടെ ഇടയിൽ നിന്നുള്ള സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ നമ്മുടെ രക്ഷയുടെ കൂദാശ സ്വീകരിക്കുകയാണ്. ശക്തി സംഭരിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാക്കപ്പെട്ട് യേശുവിൻ്റെ സഭയുടെ കൂട്ടായ്മയായി നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ബലി അർപ്പിക്കുകയാണ്. ഈ ബലി അനുഗ്രഹദായകമാകണം. പരിശുദ്ധ കുർബാനയാണ് സഭാജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചിയും ഏറ്റവും പ്രധാന ഭാഗവും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആരാധനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് നല്ല ക്രൈസ്തവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് യേശു നമുക്ക് നൽകിയ ഈ പ്രതീകങ്ങൾ, കാല് കഴുകിയതിൻ്റെ, പുതിയ നിയമം നൽകിയതിൻ്റെ, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ, പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ, അതിൻ്റെ എല്ലാം ഓർമ്മയിൽ നമുക്ക് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനുള്ള പ്രതിജ്ഞയെടുക്കാം. നമുക്ക് ഇന്നത്തെ ആരാധനയിൽ സാധിക്കുന്ന സമയമെല്ലാം പങ്കെടുക്കാൻ പരിശ്രമിക്കാം. നമുക്ക് ഇന്ന് കൈകൾ കൂപ്പി ഒരു നിമിഷ സമയം പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച് ഒരുങ്ങി ചെയ്ത കാര്യം അതിൽ നന്നായി പങ്കെടുക്കാനുള്ള കൃപയ്ക്കായി ഒരു നിമിഷ സമയം നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് കാല് കഴുകപ്പെടുന്ന 12 ശിഷ്യന്മാരുടെ മാതൃകയിൽ ഈ അച്ഛന്മാർക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി ഒരു നിമിഷ സമയം
പരിശുദ്ധ കുർബാനയെ ആരാധിച്ചുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി ഒരു നിമിഷത്തും നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം.